ഇനി നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ മാർക്കറ്റിംഗ് എന്താണെന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ സംസാരിച്ചത്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗിന്റെ തന്നെ കീഴിലുള്ള ഒരു ഭാഗമാണ്. അഥവാ ഒരുപാട് ടൈപ്പ് മാർക്കറ്റിംഗ് ഉണ്ട്. ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ തന്നെ കഴിഞ്ഞ കാലത്ത് ചെയ്തിരുന്ന പല മാർക്കറ്റിംഗ് സിസ്റ്റം ഉണ്ട്. പ്രിന്റ് മാർക്കറ്റിംഗ്, പല ഏരിയയിലും ബിൽ ബോർഡ് വെച്ചിട്ട് പല ടൈപ്പ് ഓഫ്ലൈൻ ആയിട്ടുള്ള ഒരുപാട് ടൈപ്പ്. ഓഡിയോ, റേഡിയോയിൽ വന്നിരുന്നു മാർക്കറ്റിംഗ് പരസ്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ എല്ലാം മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൽ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നതിനാണ് എന്ത്, പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് റീച്ച് ചെയ്യുക എന്നുള്ളതാണ്. അഥവാ അവരിലേക്ക് ഡിജിറ്റൽ മീഡിയാസ് വഴി, സോഷ്യൽ മീഡിയാസ് ആവാം, സെർച്ച് എൻജിൻസ് ആവാം, പേഴ്സണൽ വാട്സപ്പ് പോലെയുള്ള മെസ്സഞ്ചറുകളാവാം, എന്തുവാ. അപ്പോൾ അതുവഴി നമ്മൾ കസ്റ്റമേഴ്സിലേക്ക് എത്തുക എന്നുള്ളതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അഥവാ മാർക്കറ്റിംഗ് എന്നുള്ളതിൻ്റെ ഒരു പാർട്ടായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നതാണ് എന്ത്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗും ട്രഡീഷണൽ മാർക്കറ്റിംഗും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതാണ്. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗും ട്രഡീഷണൽ മാർക്കറ്റിംഗും എന്താണെന്നുള്ളത്, അഥവാ ആദ്യം നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്ന് അറിയണം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ്, നിങ്ങളുടെ അഥവാ ഇപ്പോൾ ഈ ഒരു ജനറേഷൻ നമ്മൾ മൊബൈലൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെ നമുക്ക് വളരെ സിമ്പിളാണ്. ഓൺലൈൻ വഴിയുള്ള എല്ലാ മാർക്കറ്റിംഗ് മെത്തേഡും. എന്താണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ്? അപ്പോൾ ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ ഇന്ന് എത്ര ഡിഫറെൻ്റ് ആവണം എന്നറിയണമെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ആദ്യം ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്നറിയണം, അതിൻ്റെ ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് അറിയണം. ട്രഡീഷണൽ മാർക്കറ്റിംഗ് ഞാൻ മുമ്പ് പറഞ്ഞു, അഥവാ പണ്ടുള്ള പ്രിന്റ്, ന്യൂസ് പേപ്പേഴ്സ്, റേഡിയോ, ബിൽ ബോർഡ്, അങ്ങനെ കുറേ സംഭവങ്ങൾ നിങ്ങളുടെ പുറത്ത് കാണുന്ന ഓഫ്ലൈനായിട്ട് കാണുന്ന പല മെത്തേഡും. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകതകൾ പറയാം. അഥവാ ട്രഡീഷണൽ മാർക്കറ്റിന് ഡിജിറ്റൽ മാർക്കറ്റിന്റെ പ്രത്യേകത. ആദ്യമായിട്ട് കോസ്റ്റ് എഫക്റ്റീവ്. അഥവാ ഒന്നാമത്തെ പോയിന്റ് നിങ്ങളത് നോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം, ടേബിളായിട്ട് തന്നെ നോട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്, അത് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. അഥവാ കമ്പാരിറ്റീവ്ലി ട്രഡീഷണൽ മാർക്കറ്റിങ്ങിനെ കമ്പയർ ചെയ്യുമ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത് വളരെ ചീപ്പാണ്. വളരെ എന്ന് പറഞ്ഞാൽ ഒരു കമ്പയർ ചെയ്യുമ്പോൾ പലപ്പോഴും വളരെ ചീപ്പായിട്ട് നമുക്ക് കൂടുതൽ ഓഡിയൻസിലേക്ക് എത്താൻ കഴിയുന്നു എന്നുള്ളതാണ്. പണ്ട് 1,00,000 മാർക്കറ്റ് ചെയ്യുമ്പോൾ അതൊരു പത്രത്തിൻ്റെ ഒരു ചെറിയ പോർഷനിൽ ചെയ്യാം എന്നുണ്ടെങ്കിൽ, എന്നാൽ ഇവിടെ 1,00,000 മാർക്കറ്റ് ചെയ്യുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ആളിലേക്ക് എത്താൻ കഴിയും. എഫക്റ്റീവ്നെസ്സിൽ വ്യത്യാസം ഉണ്ടാവുമെങ്കിലും ആ ഒരു റീച്ച് ചെയ്യുക എന്നുള്ള ഒരു കാര്യത്തിൽ അതിനേക്കാളും എത്രയോ കുറഞ്ഞ ചീപ്പ് പ്രൈസിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ. പിന്നെ ഉള്ളതാണ് എന്ത്, ചെയ്യുന്ന ഓരോന്നും മെഷറബിൾ ആണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് ന്യൂസ് പേപ്പർ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാൻ കഴിയില്ല നമ്മളുടെ പരസ്യം എത്ര പേര് വായിച്ചു, എത്ര പേര് കണ്ടു. അതിനവർക്ക് എൻഗേജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. മാത്രമല്ല അവരാരൊക്കെ എൻഗേജ് ചെയ്തു എന്നറിയാനുള്ള ഓപ്ഷനും ഇല്ല. സോ ഇവിടെ അങ്ങനെയല്ല. ഡിജിറ്റൽ മാർക്കറ്റ് നിങ്ങൾ ഒരു ലൈക്ക് ചെയ്താൽ, ഒരു ഷെയർ ചെയ്താൽ, ഇങ്ങനെയൊക്കെ കൃത്യമായ കണക്ക് പരസ്യം ചെയ്യുന്ന വ്യക്തികൾക്ക് കിട്ടും. സോ അപ്പോൾ അത് വളരെയധികം നമുക്ക് ഹെൽപ്ഫുൾ ആണ്. കാരണം എത്ര ആളിലേക്ക് എത്തി, എത്ര പേര് കണ്ടു, എത്ര ആളെ എൻഗേജ് ചെയ്തു എന്നുള്ള കൃത്യമായ മെഷർമെന്റ് എന്താണ് നമുക്ക് കിട്ടുന്നു. പിന്നെ ഒരു നെക്സ്റ്റ് ഓപ്ഷൻ ആണെന്ത്, മൂന്നാമത്തെ പോയിന്റ് ആണെന്ത്, ഇമ്മീഡിയറ്റ് കമ്മ്യൂണിക്കേഷൻ. ഇമ്മീഡിയറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവും. ഫോർ എക്സാമ്പിൾ വാട്സപ്പിൽ നിങ്ങൾക്ക് അറിയാം, പണ്ടത്തെ പോലെ കത്തോ ഫോണോ വിളിക്കേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് അവർക്ക് പെട്ടെന്ന് തന്നെ അവർക്ക് മെസ്സേജ് എത്തിക്കാൻ കഴിയും. മാത്രമല്ല നമുക്കൊരു പരസ്യം ഇപ്പോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇരുന്ന് ചെയ്യാം, എന്നിട്ട് ഇന്ന് നൈറ്റിൽ തന്നെ അത് പബ്ലിഷ് ചെയ്യാം. അത്രത്തോളം ഫാസ്റ്റാണ്, അഥവാ ഇമ്മീഡിയറ്റ് ആണ്. ഈ ഫോർ എക്സാമ്പിൾ 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് വലിയൊരു പ്ലാറ്റ്ഫോമിൽ തന്നെ, ഇപ്പോൾ യൂട്യൂബ് പോലെയുള്ള പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ചെയ്യാം. അഥവാ ഒരു പത്രത്തിൽ പരസ്യം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം സമയം പിടിക്കും, എത്രത്തോളം മുമ്പേ ബുക്ക് ചെയ്യണം, ആ ഒരു പോർഷൻ എത്രത്തോളം ലിമിറ്റഡ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞ് പ്രൈസിൽ എല്ലാത്തിലും നിങ്ങൾക്ക് കൃത്യമായൊരു ധാരണ എത്തിയതിന് ശേഷമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. സ്പോട്ടിൽ നിങ്ങൾക്ക് എത്രയും ഫാസ്റ്റ് ആണോ അത്രത്തോളം ഫാസ്റ്റ് റിവ്യൂ സ്റ്റെപ്പ് കഴിഞ്ഞാൽ ഉടനെ തന്നെ പബ്ലിഷ് ചെയ്യാം. ഓൾമോസ്റ്റ് 24 മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഏത് പരസ്യം ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. പിന്നെ ഹൈ റേറ്റ് ഓഫ് കസ്റ്റമർ എൻഗേജ്മെന്റ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ട്രഡീഷണൽ മാർക്കറ്റിംഗ് സിസ്റ്റത്തിൽ എൻഗേജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു പോസ്റ്റ് കണ്ടാൽ അതിന് ക്ലിക്ക് ചെയ്താൽ നേരെ കോള് പോകുന്ന ഒരു സിസ്റ്റം ഇല്ല, അല്ലെങ്കിൽ അതിന് ലൈക്ക് ചെയ്യാൻ പറ്റില്ല, അതിനൊരു ഷെയർ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ അതിലെ
ഇന്ററാക്റ്റീവ് അല്ല എന്ത് ട്രഡീഷണൽ മീഡിയാസ്. അപ്പോൾ പത്രത്തിൽ ക്ലിക്ക് ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെയുള്ള ഓരോ സാധനത്തിനും ക്ലിക്ക് ചെയ്യുമ്പോൾ, ഓരോ പരസ്യത്തിലും ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അതിനെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ കഴിയില്ല, ഇന്ററാക്റ്റീവ് ആക്കാൻ കഴിയില്ല. പക്ഷെ ഡിജിറ്റൽ മീഡിയാസിൽ നിങ്ങൾക്കറിയാം, ഏതൊരു പോസ്റ്റുമ്പോൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഓരോ സ്ഥലത്തേക്ക് റീഡയറക്റ്റ് ചെയ്ത് പോകുന്നതാണ്, അല്ലെങ്കിൽ ലൈക്ക് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യാൻ പറ്റും, അത് വലുതാക്കി നോക്കാം. ഇങ്ങനെ എൻ്റർലി നമ്മളുമായി ഇന്ററാക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സംഭവമാണ് എന്ത് ഡിജിറ്റൽ മീഡിയാസ് എപ്പോഴും. ഇനി അടുത്ത ട്രഡീഷണൽ മീഡിയാസിലേക്ക് നമുക്ക് വരാം. ട്രഡീഷണൽ മീഡിയാസിൽ, ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ എന്താണ്, ലിമിറ്റഡ് ഓഡിയൻസ് ആണ്. ഫോർ എക്സാമ്പിൾ പത്രം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ പത്രം വായിക്കുകയാണെങ്കിൽ തന്നെ അവിടെ എന്ത് സംഭവിച്ചു, ആ ഒരു ഏരിയ, ആ ഒരു പോർഷനെ ഫോഴ്സ് ചെയ്യാനൊന്നും പറ്റില്ല നമുക്ക് പരസ്യം കാണിക്കാൻ. എത്ര പേര് അത് ഷോ ചെയ്യുന്നുണ്ട്, കാണിക്കുന്നുണ്ടെങ്കിലും അത് കാണാം. പക്ഷെ യൂട്യൂബിൽ നിങ്ങൾക്കൊരു വീഡിയോ കാണുമ്പോൾ അറിയാം, നിങ്ങളെ ഫോഴ്സ് ചെയ്യാം, ആ പരസ്യം കാണിക്കാതെ നിങ്ങൾക്ക് ആ ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് ഇത് 5 സെക്കൻഡ് എങ്കിൽ 5 സെക്കൻഡ് നിങ്ങൾ കാണൽ നിർബന്ധമാണ്. ഇങ്ങനെ ഒരു ഫോഴ്സ് ചെയ്യൽ അതിന്റെ ഓഡിയൻസിന് മുമ്പിൽ എന്താണ്, ലിമിറ്റഡ് ആണ് ആ ഓഡിയൻസ്. ഇപ്പൊ എത്ര നല്ലൊരു ശതമാനം ആളുകളിലും മൊബൈൽ ഇതൊക്കെ യൂസ് ചെയ്യുന്ന ഡിജിറ്റൽ മീഡിയാസ് യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ റേഡിയോ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു പത്രമാണെങ്കിലും, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, നിങ്ങളൊരു ബിൽ ബോർഡ് വെക്കുകയാണ് നിങ്ങളുടെ ലൊക്കേഷനിൽ, ആ വഴി പോകുന്നവർക്ക് മാത്രമേ അത് കാണാൻ കഴിയുള്ളൂ. പക്ഷെ പരസ്യം അങ്ങനെയല്ല, നിങ്ങൾക്ക് എവിടെയാണോ വേണ്ടത് ആ ഓഡിയൻസിലേക്ക് എത്താനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. കാരണം അത്രത്തോളം ഓഡിയൻസ് ഇന്ന് ഡിജിറ്റൽ മീഡിയാസ് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. മെജോറിറ്റി ആയിട്ടുള്ള മണി പവർ ഉള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഡിജിറ്റൽ മീഡിയാസ് യൂസ് ചെയ്യുന്നു. സോ മറ്റുള്ളത് അങ്ങനെയല്ല, ലിമിറ്റഡ് ഓഡിയൻസ് ആണ്. ഓക്കെ, അടുത്തത് ഹൈ പ്രൈസ് ഓഫ് അഡ്വർടൈസ്മെന്റ്. നിങ്ങൾ ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ അഡ്വർടൈസിങ് എന്നുള്ളത് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമായിരുന്നു. അതുകൊണ്ടാണ് വലിയ കമ്പനികൾക്ക് മാത്രം പണ്ട് മാർക്കറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഏതൊരു ചെറിയ സ്മാൾ ബിസിനസ്സിന് പോലും, അല്ലെങ്കിൽ സ്മാൾ ആൻഡ് മീഡിയം ബിസിനസ്സിന് പോലും എന്ത് ചെയ്യാം, പരസ്യത്തിലേക്ക് ഏതൊരു വലിയ ബ്രാൻഡായി വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വന്നു. ഇതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ. ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ അത്രത്തോളം ഓപ്പർച്യൂണിറ്റി, കാരണം ഹൈലി ഇൻവെസ്റ്റ്മെന്റ് വേണ്ടിയിരുന്നു, അത് വലിയ കമ്പനികൾക്ക് മാത്രമേ അഫോർഡബിൾ ആയിരുന്നുള്ളൂ. പിന്നുള്ളതാണ് ഡിലേഡ് കമ്മ്യൂണിക്കേറ്റ്. അഥവാ പണ്ടത്തെ സിസ്റ്റം ഇപ്പൊ എപ്പോഴും സ്പോട്ടിലാണ് റിപ്ലൈ. അഥവാ ഇപ്പൊ തന്നെ നമ്മളുടെ മാർക്കറ്റ് സ്ട്രാറ്റജിയിൽ നമ്മൾ പറയാറുണ്ട്, നിങ്ങൾ 24 മണിക്കൂറും ഇനി ഓപ്പൺ ആയിരിക്കണം. കാരണം ക്ലോസിംഗ് ടൈം എന്നുള്ളത് ഇനിയുള്ള ഒരു ജനറേഷന് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. സോ നിങ്ങൾ എപ്പോഴും ഓപ്പൺ ആയിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ എപ്പോഴും അഥവാ ഇൻസ്റ്റന്റ് ആയിട്ട് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ ഇൻസ്റ്റന്റ് ആയി റിപ്ലൈ കിട്ടുന്ന ഒരു ഇടത്തേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുള്ളത്. അഥവാ ഡിലേ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ നമുക്ക് കിട്ടിയിരുന്നത്. ആ ഒരു സിസ്റ്റം മാറി. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഇൻസ്റ്റന്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്ററാക്റ്റീവ് ആയതുകൊണ്ടാണ്. നിങ്ങൾക്ക് വാട്സപ്പ് ഒരു ക്ലിക്ക് ചെയ്താൽ നേരെ വാട്സപ്പിലേക്ക് റീഡയറക്റ്റ് ചെയ്യും, ഒരു ക്ലിക്ക് ചെയ്താൽ നേരെ കോള് പോകും. ഇങ്ങനെ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ടുള്ളൊരു പോസിബിലിറ്റി വന്നുകൊണ്ടാണ്. പിന്നെ സ്കോപ്പ് ഈസ് വെരി ലിമിറ്റഡ്. അഥവാ അതിന്റെ സ്കോപ്പ്, സാധ്യതകൾ വളരെ ലിമിറ്റഡ് ആണ്. എന്ന് വെച്ചാൽ ഒന്നാമത് അതിന്റെ ഒരു കോസ്റ്റ് ആണ്. ഫോർ എക്സാമ്പിൾ ഒരു ബിൽ ബോർഡ് വെക്കണമെങ്കിൽ അത് വെക്കാനും ഉണ്ടാക്കാനുള്ള സ്പേസ് തന്നെ ഹൈലി കോസ്റ്റ് ആണ്. പിന്നെ ഒരു പത്രം, പ്രിന്റിങ് കോസ്റ്റ്, ഇങ്ങനെയുള്ള ഇതൊക്കെ എന്ത് ചെയ്യുന്നു, ഇതിന്റെ സ്കോപ്പ് കുറഞ്ഞു വരും. പിന്നെ വേറൊരു സ്കോപ്പ് കുറയാനുള്ള കാരണം ഇത് എക്സ്പെൻസീവ് ആയി. ഇപ്പോൾ എന്തെങ്കിലും പത്രം വാങ്ങാനൊരു എക്സ്പെൻസ് ഉണ്ട്. അപ്പോൾ ഇതിന്റെയൊക്കെ സ്കോപ്പ് എങ്ങനെ കുറയുന്നു എന്ന് വെച്ചാൽ ഇതിന്റെ സാധ്യതകൾ, അഥവാ പത്രം യൂസ് ചെയ്യുന്നവര് അല്ലെങ്കിൽ മറ്റ് ഇതര മാർക്കറ്റിംഗ് ഏരിയകൾ യൂസ് ചെയ്യുന്നവരുടെ എണ്ണം കുറയുന്നു. ഇപ്പൊ റേഡിയോ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, റേഡിയോ ഉപയോഗിക്കുന്നവർക്ക് എല്ലാവരും ഉപയോഗിച്ചിരുന്നു, നല്ല സ്കോപ്പ് ആയിരുന്നു അതിൽ പരസ്യം ചെയ്യാൻ. പക്ഷെ ഇപ്പൊ എന്ത് ചെയ്തു, സ്കോപ്പ് ലിമിറ്റഡ് ആയി. അപ്പൊ സ്കോപ്പ് ഇല്ലാതായി എന്ന് പറയാം റേഡിയോന്റെ കേസിൽ. അങ്ങനെയാണ് ഈ പത്രത്തിലും ഇതേ ചേഞ്ചുകൾ വരുന്നുണ്ട്. ഓരോ ഫീൽഡിലും ട്രഡീഷണൽ മാർക്കറ്റിംഗിലും ഇത് എന്ത് ചെയ്യുന്നുണ്ട്, എഫക്റ്റ് ചെയ്യുന്നുണ്ട്.